ഈ സൺഡേ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് കല്യാണമുണ്ട്. അതിന് വേണ്ടിയുള്ള വമ്പൻ ഷോപ്പിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു, പക്ഷേ മിഥുവിന് മാത്രം ഡ്രസ്സ് കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി ആദ്യം മാൻ ഷെയറിലോട്ട് പോയി. പിള്ളേർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറങ്ങാനായിരുന്നു. താഴെ ഇറക്കി കൊടുത്തപ്പോഴാണെങ്കിലോ അവിടെ മൊത്തം ഓടി നടന്നു. അവരവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്തു. മിഥു ആണെങ്കിൽ ഷർട്ടുകൾ ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാ ഷർട്ടും മാറി മാറി ട്രൈ ചെയ്തിട്ടും മിഥുനൊന്നും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അത്യാവശ്യം നല്ലപോലെ കളക്ഷനുള്ള സ്ഥലമാണ് മാൻഷെയർ. അവിടെ ചെന്ന് നന്നായി ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വേണ്ടത് കിട്ടും. പക്ഷേ എത്രയും അങ്ങോട്ട് നോക്കിയിട്ട് മിഥുനൊന്നും സാറ്റിസ്ഫൈഡ് ആയില്ല. ഉദിച്ച് ചന്ദ്രൻ്റെ എന്ന പാട്ട് വരുമ്പോൾ ഉദിച്ച് നിൽക്കുന്ന ഒരു ഷർട്ടുമായിട്ട് എൻട്രി ചെയ്യണമെന്നായിരുന്നു മിഥുവിൻ്റെ ആഗ്രഹം. പക്ഷെ അങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ഷർട്ടൊന്നും ഞങ്ങൾ മാൻഷെയർ കണ്ടില്ല. പിന്നെ പിള്ളേരും അത്യാവശ്യം അലമ്പാക്കി തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ മിഥുനൊരു ഷൂ വാങ്ങാനുണ്ടായിരുന്നു. നേരെ അങ്ങോട്ട് പോയി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെതർ ഷൂവും വാങ്ങി ഞങ്ങൾ നേരെ ഹൈലൈറ്റിലേക്കാണ് പോയത്. ഹൈലൈറ്റിൽ എത്തിയപ്പോഴാണെങ്കിലോ അവിടെയുള്ള സകല ഷോപ്പും ഇത് കയറി ഇറങ്ങിയിട്ടുണ്ട്. നീണ്ട 4 മണിക്കൂറത്തെ തിരച്ചിലിനിടയിലും ഒന്നും കിട്ടാതെ ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു.